പക്ക നെഗറ്റീവാണ്. ചേച്ചി ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയാം. ഇന്റർവ്യൂ പൊതുവെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലാത്തതിന്റെ അല്ല, പൊതുവെ കുറവാണ്. വർക്ക് ചെയ്യാ, വരിക, വീട്ടിൽ പോവുക, അത്രയേ ഉള്ളൂ. കറക്റ്റ് ഫേസിനനുസരിച്ചുള്ള പേര് കേട്ടോ. പക്ഷെ ചെയ്യുന്ന പ്രവർത്തനം വേറെ അല്ലേ? പിന്നെ സീരിയലെന്ന് പറയണ ഒരു 10-150 ഉറങ്ങാൻ നേരം വാച്ച് കിട്ടുന്നത്. ഇതേപോലെ അടുക്കളയിൽ പോകുമ്പോഴും മേക്കപ്പ് ഫുള്ള് ഇങ്ങനെ കോസ്റ്റ്യൂമിലൊക്കെ ആയിരിക്കും പോയി ചായ ഒക്കെ ഇടുന്നത്. ചാൻസ് കിട്ടാണ്ടല്ല, കാരണം ആ വന്ന സമയങ്ങളിൽ ഫുൾ ആ സമയം നേരെ ഇവിടുന്ന് സീരിയൽ അഭിനയിച്ച് കഴിഞ്ഞാൽ 2 സീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ നേരെ തമിഴിലോട്ടാണ് കൊണ്ടുവന്നത്. ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാര്യം ഈ ഒരു നടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്തെ ടി വിയിൽ കണ്ട്, അതായത് ദൂരദർശൻ മുതലുണ്ട്, പക്ഷേ ഞാൻ മറ്റേ സാറ്റലൈറ്റ് ചാനൽ കണ്ട് ഈ ഒരു ഫേസാണ്. അധികം ഇൻ്റർവ്യൂവിലൊന്നും വന്നിട്ടില്ല, അധികം ഈ ഫേസ് ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടില്ല. രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളൂ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് നമുക്ക് മൂവി വേൾഡ് മീഡിയയ്ക്കാണ് ഈ ചേച്ചി നമുക്ക് ഒരു ഇൻ്റർവ്യൂ തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചന്ദ്രികയിലും ചന്ദ്രകാന്ത ലൊക്കേഷനിൽ തന്നെയാണ്. സുമിച്ചേച്ചിയാണ് കൂടുതൽ. സുമിച്ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ചേച്ചി നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറയിൽ പറഞ്ഞു ഒരു 2 ഇൻ്റർവ്യൂ കൊടുത്തു. ആ 2 കഴിഞ്ഞിട്ട് 3ാമത്തെ ഇൻ്റർവ്യൂ ആണ്. ഈ 2 ഇൻ്റർവ്യൂ കൊടുത്ത് എത്ര വർഷം മുമ്പായിരുന്നു ചേച്ചി? ഒന്നും ഒരുപാടൊന്നും ആയിട്ടില്ല, ഒരു 4 വർഷം മാത്രമൊക്കെ വരൂ. പിന്നൊന്ന് ഒരു 15 വർഷത്തിന് മേലെയാവും. അതെ, ടോട്ടല് 4 വർഷം മുമ്പ് കൊടുത്തത് അത് യൂട്യൂബിലുണ്ടായിരുന്നല്ലേ? യൂട്യൂബിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് കൊടുക്കുന്നത്. ഇൻ്റർവ്യൂ പൊതുവെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലാത്തതിന്റെ അല്ല, പൊതുവെ കുറവാണ്. വർക്ക് ചെയ്യാ, വരിക, വീട്ടിൽ പോവുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ആക്റ്റീവ് അല്ല ഞാനേ ചേച്ചി ഒരു എത്ര വർഷം മുമ്പെന്ന് പറയാൻ പറ്റുന്നില്ല. അത്രയും വർഷം മുമ്പ് കണ്ടാലും ഇപ്പൊ കണ്ടാലും ചേച്ചിയുടെ ഫേസ് അല്ല, ആ ഫേസ് എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ വണ്ണമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഫേസ് ചിലർക്ക് ഫേസ് വ്യത്യാസങ്ങൾ വരും തടി വരുമ്പോഴത്തേക്കും. പക്ഷെ ഇത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചേച്ചി. അതെങ്ങനെയാണ് ചേച്ചി? ഈ ചിരിയാണോ, സന്തോഷമാണോ, ഹാപ്പിനെസ് ഉണ്ടായിട്ടാണോ? അങ്ങനെയൊന്നും അറിയില്ല, എല്ലാം ദൈവത്തിൻ്റെത്, അത്രേ ഉള്ളൂ. അല്ലാതെ അത് കൂടുതലൊന്നും അറിയില്ല. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല. അന്നൊന്നും ഒരുപോലെ നല്ല മനസ്സോടെ ഇരിക്കുക, എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. ചേച്ചി അങ്ങനെ എല്ലാവർക്കും നല്ല വരാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ ഇനി കൂട്ടത്തിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ. ഞങ്ങൾ ഇനിയും ഇൻ്റർവ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാവണം കൂടെ. ചേച്ചി എത്ര വർഷമായി ചേച്ചി ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? ഇപ്പോൾ ഇൻഡസ്ട്രി വന്നിട്ട് 23 വർഷം കഴിയുന്നു. 2001 തുടങ്ങിയതാ അല്ലേ? 21 വർഷം കഴിഞ്ഞു. അടിപൊളി. ഇപ്പോൾ 25 വർഷം ആവാൻ പോകുന്നു. ഇതിനിടയ്ക്ക് എത്ര സീരിയൽസ്, സിനിമാസ് ചെയ്തിട്ടുണ്ട്? സിനിമാസ് കുറവാണെന്ന് തോന്നുന്നു. സിനിമ കുറവാണ്. 3 സിനിമകൾ ജസ്റ്റ് അപ്പിയറൻസ് പോലെ അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ സീരിയൽ എന്ന് പറയുന്ന ഒരു 150 സീരിയൽ. സാധാരണ നമ്മൾ പണ്ട് ഷീലാമല്ല അഭിനയിച്ച നസീസാറിനോടൊപ്പം ഏറ്റവും കൂടുതൽ നായിക ആളാണ്. അപ്പോൾ അന്നേരം അതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താ ഈ നമ്മുടെ ലിംക വേൾഡ് റെക്കോർഡ് ഓഫ് ബുക്കിനകത്ത് അതിനകത്തൊക്കെ വന്നിട്ടുണ്ട്, ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതും റെക്കോർഡ് ഇട്ടേണ്ടതാണ്. ഇത്രയും ആയിട്ടുള്ള വേറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. കാരണം അന്ന് തൊട്ട് ഇൻഡസ്ട്രിയിലുള്ളത് ഇപ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഇത്രയും ആയിട്ടുണ്ടാവുമല്ലോ, ഇത്രയും വർഷമാകുമ്പോൾ ആ ഒരു സീനിയോറിറ്റി ഉണ്ടാവില്ലേ? ചേച്ചി അനിലേട്ടനായിട്ടൊക്കെ കുറേ അഭിനയിച്ചിട്ടില്ലേ? നമ്മുടെ കുറേ സീരിയലൊക്കെ നായകനായിട്ട് അനിൽ എന്ന് പറഞ്ഞിട്ട്, അനിൽ മോഹനായിട്ട്. അദ്ദേഹം ഇപ്പോഴും യങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പുള്ളിയായിട്ടുള്ള അനുഭവം കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ അദ്ദേഹത്തെ ആരും എക്സ്റ്റാബ്ലിഷ് ചെയ്ത് സംസാരിച്ചിട്ടില്ല. അനിലേട്ടനായിട്ടുള്ള ഒരു എനിക്കൊന്ന് പെയറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? കുറേ സഹോദരിയായിട്ടും ചെയ്തിട്ടുണ്ട്. കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതും സീരിയൽ കണ്ടിട്ടുള്ളതും അദ്ദേഹമായിട്ടുള്ള സീരിയൽസാണ് കണ്ടിട്ടുള്ളത്. അത് എത്ര ചെയ്തിട്ടുണ്ട്? കുറച്ചധികം ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ചെയ്തിട്ടുള്ളൂ. നമ്മുടെ രാഘവനങ്കിളല്ലേ, നമ്മുടെ പഴയ രാഘവനങ്കിൾ ഒരു സീരിയൽ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ദേവാംഗണം എന്ന് പറഞ്ഞിട്ട്. എനിക്കൊന്ന് ആ എപ്പിസോഡ്സ് മാറി മാറി കണ്ടതായിരിക്കും ഞാൻ തോന്നിയത് ഒത്തിരി അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ അഭിനയിച്ച ആറ് കൂടാണ് ആക്ടറായിട്ടുള്ളത്? അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഇല്ല, ഓരോ സീരിയലിലും ഓരോരുത്തർ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ ഓരോരുത്തരും ഓരോതായിരിക്കും. ചിലപ്പോൾ പുതിയ ആൾക്കാരായിരിക്കും, ചിലപ്പം സീനിയേഴ്സ് തന്നെ ആയിരിക്കും, അങ്ങനെ പോകുന്നത്. അല്ല എങ്കിലും നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ള നമുക്കിപ്പം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് കുറേ എല്ലാ സീരിയലും കാണുമല്ലോ. ഇങ്ങനെ ചാടി പെട്ടെന്ന് വന്ന് ബീനാണ്ടി ചേച്ചി തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ആരെങ്കിലും ഏറ്റവും കൂടുതൽ അഭിനയിച്ച ആരെങ്കിലും ഉണ്ടോ? ഇപ്പം 150 സീരിയലിൽ ഇപ്പം നമ്മളിപ്പം ഒന്നിൽ നിന്ന് അടുത്തിലേക്ക് പോകുമ്പോൾ അതിലും ആൾ കാണും, പിന്നെ അതിലേക്ക് പോകുമ്പോൾ അതിലും ആൾ കാണും. അങ്ങനെ ഒരുപാടൊന്നുമില്ല, 2-3 സീരിയൽ, അതിൽ കൂടുതലൊന്നും ആരെയും റിപ്പീറ്റേഷൻ വന്നിട്ടില്ല. പിന്നെ കോമ്പിനേഷൻ വരുന്നതാണല്ലോ നമ്മൾ കൂടുതൽ നോക്കുന്നത്. ആ സീരിയലുണ്ട് എന്നുള്ളതല്ലല്ലോ, അഭിനയിക്കുമ്പോൾ കോമ്പിനേഷൻ എന്നുള്ളതാണ്. അങ്ങനെ അധികം ആരും വന്നിട്ടില്ല, ഒരു 2-3 അത്രയൊക്കെ വന്നിട്ടുള്ളൂ.
ഈ 2000 സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ആക്ടിങ് കരിയർ, 2001 സ്റ്റാർട്ട് ചെയ്ത ആക്ടിങ് കരിയർ 2024 ആകുമ്പോഴത്തേനും ഒത്തിരി മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ തന്നെ. ക്യാമറയിലായാലും അവരെടുക്കുന്ന രീതിയിലായാലും ഒക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഹൗ ഡു യു ഫീൽ? ആക്ടിങ് അന്നും ഇന്നും ഒരുപോലെ തന്നെ. ആക്ടിങ് അല്ല ഞാൻ ചോദിച്ചത്, ബാക്കിയുള്ള പിന്നിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൈഡ്, ടെക്നിക്കൽ സൈഡ് എന്താണെന്നുള്ളത് ചിന്തിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രം ഇങ്ങനൊരു ഇതിൽ നിൽക്കുന്ന ആളാണ്. അഭിനയിക്കാൻ വീട്ടിൽ പോകുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കൂടുതൽ ടെക്നിക്കൽ വശങ്ങളും അങ്ങനെയൊന്നും നോക്കുന്നില്ല. വരുന്നു, അഭിനയിക്കുന്നു, അപ്പം അതിൽ എനിക്ക് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും അത്രയും മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇപ്പം എല്ലാം കാണാറുണ്ട്, എല്ലാവരും സിനിമയും സീരിയലും ഒക്കെ കണ്ടിട്ട് അതെങ്ങനെയുണ്ട് എന്താണെന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളത്. ഇപ്പോഴും സീൻസ് കാണുമ്പോൾ തോന്നുന്നു, പക്ഷേ അത് ചെയ്തത് ശരിയായില്ല, കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, എന്നാലും ഡയറക്ടറിന് പറഞ്ഞുകൂടായിരുന്നു, ഒന്നുകൂടെ എടുത്തുകൂടായിരുന്നു എന്ന് ചിന്തിക്കും. എല്ലാവരും പറയുന്നത് ഓക്കെയാണ്, പക്ഷേ എനിക്ക് ചില സമയങ്ങളിൽ തോന്നുന്നു അങ്ങനെ. കുശുമ്പ് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ചെയ്യുന്നേക്കാൾ ഒരു പൊടി മുന്നിൽ കയറി എനിക്ക് ഇനി അതിലും അങ്ങനെ കുശുമ്പല്ല, മെച്ചപ്പെടുത്തണം തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റ് ആരായിരിക്കും പറയുകയാണെങ്കിൽ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. എല്ലാവരും ഓരോ വഴിയിൽ നന്നായി ചെയ്യുന്നവരാണ്. ചേച്ചി ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയാം. അല്ല, ഡിപ്ലോമാറ്റിക് എന്നല്ല, ഞാൻ എൻ്റെ വഴിക്ക് നന്നാക്കാൻ നോക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് എവിടെ മെച്ചപ്പെടുത്താൻ പറ്റുമോ നോക്കുന്നുണ്ട്. പിന്നെ ആരഭിനയിക്കുന്നത് നല്ലതാണെങ്കിൽ അത് പറയാറുമുണ്ട്, അത് ചെറിയ തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. വാശിക്ക് അഭിനയിച്ചിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങൾ? വാശി അതായത് എനിക്കൊന്ന് നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടല്ലേ. നേരത്തെ ചെയ്യുന്ന വളരെ സാധുവായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്, പോസിറ്റീവ്സ് ആണ്. ഇപ്പം കുറച്ച് നാളായിട്ട് കാണാറുള്ളത് നെഗറ്റീവ്സ് ആണ്. ഈ ചന്ദ്രയിലേതെങ്കിലും ചന്ദ്രകാന്തം, അതിനകത്ത് എന്ത് കഥാപാത്രമാണ് ചെയ്യുന്നത്? നെഗറ്റീവാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതില് അരുന്ധതി ദേവിയാണ് മെയിൻ സംഭവം വരുന്നത്. നെഗറ്റീവിന്റെ മൊത്തം കൂട് അവിടെയാണ്. അരുന്ധതി ദേവിയുടെ കൂടെ തന്നെ ആ കുടുംബത്തിലെ മൂന്നാമത്തെ കഥാപാത്രത്തിന്റെ പേര്? കഥാപാത്രം മോഹിനി. മോഹിനി കറക്റ്റ് ഫേസിനനുസരിച്ചുള്ള പേര് കേട്ടോ. പക്ഷെ ചെയ്യുന്ന പ്രവർത്തനം വേറെ അല്ലേ? ഇവിടെ കളിയാക്കാറുണ്ട്, മോഹിനി എന്ന് വിളിക്കുമ്പോൾ കാണാൻ പറ്റിയത് കൊള്ളാം, മോഹിനി തന്നെയാണ്. ചേച്ചി ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ വീട്ടിൽ എനിക്ക് തോന്നുന്നു അധികം ആർക്കും അറിയില്ല വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി? വീട്ടിലിപ്പോൾ ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അമ്മേച്ചൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും ട്രിവാൻഡ്രത്തിനല്ലേ സെറ്റിൽ ചെയ്തിരിക്കുന്നത്? ഈ എല്ലാവരുടെയും ആഗ്രഹം 70mm സ്ക്രീനിൽ കാണാനാണ് ആഗ്രഹം. ഒരു 10 സീരിയൽ കഴിയുമ്പോഴത്തേക്കിന് ചേച്ചി എന്തുകൊണ്ടാണ് ഇതിൽ തന്നെ ഒരു 150 സീരിയൽ തന്നെ പിടിച്ചു നിന്നത്? ചാൻസ് കിട്ടാനിട്ടാണോ, അല്ല അതല്ല വേണ്ട എന്ന് മാറി ഒതുങ്ങി നിന്നതാണോ? ചാൻസ് കിട്ടാനിട്ടല്ല, കാരണം ആ വന്ന സമയങ്ങൾ ഫുൾ ആ സമയം നേരെ ഇവിടുന്ന് സീരിയൽ അഭിനയിച്ച് കഴിഞ്ഞാൽ 2 സീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ നേരെ തമിഴിലോട്ടാണ് കൊണ്ടുവന്നത്. ആ ഒരു ഇതായിരുന്നു അന്നത്തെ സമയത്ത്. കാരണം മലയാള സീരിയൽ അഭിനയിക്കുന്നത് നല്ല കുട്ടികളാണ്, അവരെ തമിഴിലോട്ട് എടുക്കണം എന്നുള്ളതിൽ കുറേ ഓഫർ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പൊതുവേ വീട് വിട്ട് അങ്ങനെ അധികം പോയി നിൽക്കുന്ന ആളല്ലായിരുന്നു. അപ്പോൾ മാക്സിമം ട്രിവാൻഡ്രം പോയിട്ടില്ല എന്നല്ല പറയുന്നത്, മാക്സിമം ട്രിവാൻഡ്രം തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ അത്യാവശ്യം അല്ലറ ചില്ലറ ഇടയ്ക്കൊരു യാത്രയൊക്കെ ഇഷ്ടപ്പെടുമ്പോഴത്തേക്കും പോയി ചെയ്യുമല്ലോ. അപ്പം പിന്നെ ആ സമയത്തൊരു സിനിമകളൊന്നും അങ്ങനെ വന്നിട്ടില്ല. എന്നിട്ട് 3 പടം ചെയ്തായിരുന്നു, അത് ജസ്റ്റ് ഗസ്റ്റ് അപ്പിയറൻസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തമിഴിലേക്ക് പോകുന്ന പറഞ്ഞാൽ 2 സീരിയൽ ചെയ്യുമ്പോൾ തമിഴിലേക്ക് പോകുന്ന പറഞ്ഞാൽ തമിഴ് സീരിയൽ ചെയ്യാനായിട്ടാണോ? തമിഴ് സീരിയൽ സീരിയൽ തമിഴ് സീരിയലാണെന്ന് എനിക്ക് തോന്നുന്നില്ല വലിയതാണ്. തമിഴ് സിനിമയാണ് പെട്ടെന്ന് എല്ലാവരും വിളിക്കുന്നത്, അങ്ങനെയായിരുന്നു. ചേച്ചി പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ പോകുന്നത് ഏറ്റവും വലിയ ലക്കാണെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ കിട്ടുന്നത് ഏറ്റവും വലിയ ചേച്ചി ആ കണ്ണം നടച്ച ചേച്ചി എങ്ങനെയാണ്? അല്ല, ചില ക്യാരക്ടർ ചില ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഉറുഷി ചെയ്യാറുണ്ട്. ഞാൻ അതാ ഒന്നുകൂടെ ഞാൻ ചോദിച്ചത്, ചേച്ചി ഒന്നും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അതുകൊണ്ട് ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമോ ചേച്ചി ചെയ്തത്? ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ പോകുമ്പം ഭയങ്കര ലക്കാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യം അതിൽ കുറേ കേരളത്തിലുള്ള കുറേ ആക്ടേഴ്സിന് തമിഴിലെ ആക്ടർമാരെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്രഷാണ്. അങ്ങനെ എന്തെങ്കിലും ക്രഷ് തോന്നിയിട്ട് അഭിനയിക്കാൻ തോന്നിയൊരു തമിഴ് ഇൻഡസ്ട്രിയുടെ നായകനുണ്ടോ? എങ്കിലും അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുള്ള ആദ്യ കൂടെ വർക്ക് ചെയ്യാൻ വിളിച്ചാൽ ഇപ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കും. എത്രയോ നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ സിനിമ എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കുന്നത്, കാരണം ഞാൻ ഈ ദൂരോട്ട് പോവാത്തത് കൊണ്ടാവാം ഞാൻ സീരിയൽ ലോകത്ത് തന്നെ ഇതായി പോയി. അപ്പം ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല, ആ സീരിയൽ മതി, ഓക്കെ, ഞാൻ കംഫർട്ടാണ്, സിനിമ കിട്ടിയാൽ ചെയ്യില്ല എന്നല്ല, ഓക്കെ നോക്കാം, അങ്ങനെയുള്ള. അപ്പം ഇങ്ങനെ ഡ്രീം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കൂടെ അഭിനയിക്കാം അങ്ങനെയൊന്നുമില്ല. ഏത് ആർട്ടിസ്റ്റിനോടായാലും ഞാൻ രഞ്ജിനി ചേച്ചി പ്രതീക്ഷിക്കുന്നതല്ലോ. നമ്മുടെ ഈ സീരിയലിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല രഞ്ജിനി ചേച്ചി തോന്നുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ ശരി ഓക്കെ എല്ലാവരും സെറ്റ് ഓക്കെ വന്ന് കാണാം എന്നുള്ളതിലും. ചേച്ചി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ ദൈവമേ രഞ്ജിനി ചേച്ചിയോ, എത്ര വർഷം മുമ്പുള്ളതാ ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ട്.
ചേച്ചി വന്ന സമയത്ത് ഭയങ്കര ഒരു പേടിയായിരുന്നു സംസാരിക്കാനൊക്കെ. എങ്ങനെയാവും, മിണ്ടുവോ? എന്താ അതെ അതെ serial അതെ എന്നുള്ള ആ ഒരു ഇത്. പക്ഷെ ഇപ്പോഴും അറിയുന്നില്ല, ആള് പാവമാ. വേറെ പാവാന്നുള്ളത്. അത് ചില റിയാലിറ്റി ഷോ, ഈ ഗെയിം ഷോസ് ഉള്ള ചാനൽസിൽ പുള്ളിക്കാർ ജഡ്ജായിട്ട് പോയിരിക്കാറുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. സംസാരമൊക്കെ എങ്ങനെയാണ്? ഇംഗ്ലീഷ് കലർത്തിയാണോ അതോ സ്ലാങ് വ്യത്യാസമുണ്ടോ? ഇംഗ്ലീഷ് തമിഴും ഒക്കെ മിക്സ് ചെയ്ത് വരും. ഇംഗ്ലീഷ് കുറച്ച് പ്രശ്നമാണ്. അമേരിക്കയിലല്ല, ഓസ്ട്രേലിയ, സിംഗപ്പൂർ. സിംഗപ്പൂരിലായിരുന്നു പക്ഷെ ചേച്ചി ഇപ്പൊ കൊച്ചിയിൽ ബേസ്ഡ് ആണ്. ബേസ്ഡ് ആണ്. ഇപ്പോൾ പുള്ളിക്കാരായിട്ടുള്ള ഫസ്റ്റ് സീൻ ഏതായിരുന്നു ഇവിടെ ഇന്നത്തെ വന്നതിനകത്ത്? ചേച്ചിയായിട്ട് ഫസ്റ്റ് ഇന്ത്യവരം വീടിന്റെ മെയിൻ ഹാളിലിരുന്ന് എല്ലാവരും കൂടെ സംസാരിക്കുന്നത്, മൊത്തം എല്ലാവരും നിരന്നിരുന്ന ഒരു ചർച്ച നടക്കുന്നത് കല്യാണ കാര്യത്തെ പറ്റിയാണെന്ന് തോന്നുന്നു. ഗൗതമിന്റെയും അർജുൻ്റെയും കല്യാണത്തിനെ പറ്റി എന്തോ സംസാരിക്കുന്നതാണെന്ന് തോന്നുന്നു. അതാണ് ഫസ്റ്റ് എടുക്കുന്നത്. ചേച്ചി, എൻ്റെ അമ്മ മരണപ്പെട്ടു എങ്കിലും അമ്മ കാണുന്ന സമയത്ത്, സീരിയൽ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാവരും ഇവരുടെ കോസ്റ്റ്യൂമിലാണ് നോക്കുന്നത്. സാരി, ഓർണമെൻറ്റ്സ് എല്ലാമാണ്. പിന്നെ അതുപോലെ മേക്കപ്പ്, പൊട്ട് പോലും നോക്കുന്ന ആൾക്കാരുണ്ട്, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും. ഇതൊക്കെ നമ്മുടെ ഓൺ കോസ്റ്റ്യൂമാണെന്ന് അറിയാം. ഇപ്പം എങ്ങനെയാണ്? അന്നത്തേക്കാളും കുറച്ചുകൂടെ കോസ്റ്റ്യൂം കൂടിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് ബോഷായിട്ടുള്ള അല്ലേ? പണ്ട് അങ്ങനെ ഇല്ല. പണ്ട് വളരെ കുറവാണ്. പണ്ടെല്ലാം നാട്ടിൻ പുറത്ത് നടക്കുന്ന കടകൾ, അങ്ങനത്തെ ഒരു സംഭവങ്ങളിൽ പോകുക. അധികം നമുക്ക് പൈസ വരാത്ത രീതിയിലുള്ള കോസ്റ്റ്യൂംസ് എടുത്താൽ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം ഹാഷ് ബുഷ് ഫാമിലി കാണിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഡ്രസ്സ്. പിന്നെ അത് മാത്രമല്ല, പാവപ്പെട്ടതാണെങ്കിലും കുറച്ചൊക്കെ ഒരു ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും. കാരണം എല്ലാവരും നോക്കിയിട്ട് കൂടുതൽ ആണുങ്ങളല്ല ഇത് കാണുന്നത്, സീരിയൽ കാണുന്നത്. തെറ്റായ ആണുങ്ങൾ കാണുന്നുണ്ട്, ഇഷ്ടംപോലെ ആണുങ്ങൾ കാണുന്നുണ്ട് ഇപ്പൊ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും പൊതുവെ സ്ത്രീകൾക്കാണ് സീരിയൽ എന്നൊരിതുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ശ്രദ്ധ പോകുന്നത് എങ്ങോട്ടായിരിക്കും? നോക്കുന്നില്ലല്ലോ, ഇട്ടിരിക്കുന്ന കമ്മല് കൊള്ളാമോ, പൊട്ട് കൊള്ളാമോ, മാല കൊള്ളാമോ, അതാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കും. പിന്നെ അതുപോലെ ചില സീരിയൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അത് ഡയറക്ടർ നോക്കാത്തതാണോ അല്ലെങ്കിൽ അത് ഡയറക്ടർ പറഞ്ഞിട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, ഉറങ്ങാൻ നേരം വാച്ച് കിട്ടുന്നത്. അതേപോലെ അടുക്കളയിൽ പോകുമ്പോഴും മേക്കപ്പ് ഫുള്ള് ഇങ്ങനെ കോസ്റ്റ്യൂമിലൊക്കെ ആയിരിക്കും പോയി ചായ ഒക്കെ ഇടുന്നത്. എന്നാൽ വീട്ടിൽ നിൽക്കുന്ന ഒരാളായിരിക്കും. നോർമൽ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. സീരിയൽ കാണുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു വൃത്തിയും ഇല്ലാതെ ഒരാൾ വന്ന് നിങ്ങൾ അത് ഇഷ്ടപ്പെടും ആർക്കെങ്കിലും? ഇല്ല, അതില്ല. അതില്ലല്ലോ. അല്ല, എങ്കിലും കാണുന്നവർക്കൊരു ചിന്ത വരും, നമ്മൾ വീട്ടിൽ ഇങ്ങനെ അല്ലല്ലോ. ചില ആൾക്കാരത് ഒറിജിനലായിട്ട് നടക്കുന്നതായിട്ടാണ് മനസ്സിൽ കൊണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് ചില ഡയറക്ടേഴ്സ് പറയാറുണ്ടോ അതങ്ങനെ വേണ്ട ഇങ്ങനെ മതി? പറയാറുണ്ട്. മാക്സിമം ഏർലി മോർണിംഗ് സീൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് പറയും പൊട്ടൊന്ന് മാറ്റിക്കോ, ഒന്ന് മുടി ഇച്ചിരി ഇതായിട്ട് കിടക്കട്ടെ, അങ്ങനെയൊക്കെ അഭിപ്രായം പറയാറുണ്ട്. നമ്മളത് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം രാവിലെ വന്നു നിന്നാലും നമ്മളെ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു ഇത് കാണിക്കുന്നത് ഇപ്പോൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. അതൊക്കെ ആ ഒരു ഉറങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നൈറ്റ് സീനൊക്കെ, അതായത് ലൈറ്റ് ഇല്ലാതെ സംസാരിച്ച് കിടക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇപ്പം നല്ല പണ്ട് എടുത്തുണ്ടായിരുന്നു, നൈറ്റി ഒക്കെ യൂസ് ചെയ്യായിരുന്നു. സീരിയൽ അംഗീകരിക്കുന്നില്ല നൈറ്റ് യൂസ് ചെയ്യുന്നതൊന്നും. കുറവാണ്. ഞാൻ മഞ്ഞുരൂപം കാലം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തപ്പോഴത്തേക്ക് അതിലെനിക്ക് കോൺസ്റ്റൻസിനായിട്ട് ശരിക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ പോലെ അങ്ങനെ എഴുതും. പക്ഷെ എല്ലാ കുറച്ച് പോസിറ്റീവ് അല്ലായിരുന്നു, കുറച്ച് ഓവറായിട്ട് പോസിറ്റീവ് ആയിരുന്നു. സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് സീൻസ്, അതേപോലെ ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് അല്ലേ? അത് ആ സീരിയൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ചേച്ചിയുടെ കരിയറിൽ കുറച്ചും കൂടെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സീരിയൽസ് ഉണ്ടായിരുന്നു. ഞാൻ വന്ന സമയം ചെയ്ത കുറച്ച് വർക്കുകളാണ് എനിക്കിങ്ങനെ ഭയങ്കര ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വന്നത്. ഇപ്പം ഞാൻ തുടക്കം വന്നത് ശ്രീജന്മമാണ്, വി ട്രാക്സ് ബൈചാട്ടനാണ് എന്നെ കൊണ്ടുവരുന്നത്. അപ്പം അതിൽ ശ്രദ്ധിച്ചിട്ട് അതിന് ശേഷമാണ് ഫസ്റ്റ് ലല്ലാമ്മയോട് അഭിനയിക്കാൻ പറ്റി. അമ്മയോട് അവർക്കൊരു വലിയ ഭാഗ്യമായിട്ട് കാണും. ഒന്നും അഭിനയം എന്താന്ന് പോലും അറിയാത്തൊരു സമയത്ത് ചെന്ന് അവരുടെ മുമ്പൊക്കെ നിന്ന് കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു നോർമൽ ഒരു കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ നായിക കഥാപാത്രം അതിന് മുന്നേ ഉണ്ട് 5ാമതൊരു സീരിയൽ ചെയ്തു. 2ാമത്തെ നായികയായിട്ട്, അതും പറയാതിരിക്കാൻ പറ്റത്തില്ല, 2ാമത്തെ നായികയായിട്ട് പ്രിയ ചേച്ചി പ്രൊഡ്യൂസ് ചെയ്തൊരു സീരിയലാണ്. പ്രിയ ചേച്ചിയായിരുന്നു നായിക, ചേച്ചിയുടെ അനിയത്തിയായിട്ട്. മധുബാലേട്ടനായിരുന്നു എൻ്റെ ഹീറോ ആയിട്ട്. ഏത് സീരിയലായിരുന്നു അത്? പാവക്കൂത്ത്. ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏത് ചാനലായിരുന്നു? സൂര്യല്ല. കാര്യം ഞാൻ പറയാൻ കാരണം, ഈ പാവക്കൂത്ത് എന്നുള്ളത് അമ്മ ഇങ്ങനെ കൂടെ പറയും. എൻ്റെ അമ്മ പറയും പാവക്കൂത്ത് സീരിയൽ കൊള്ളാം, അങ്ങനെ കഥാപാത്രം. അന്ന് അത്രയും സീരിയൽസ് ഇല്ല ആ സമയത്ത്, ചുരുക്കം. അതെ. അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷം പ്രിയാരാമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സിനിമ നടിയല്ലേ, പുള്ളിക്കാരി ഒരു പ്രൊഡ്യൂസ് ചെയ്ത് അതിനകത്ത് അഭിനയിക്കുകയും ചെയ്ത്. മധുബാലേട്ടൻ അതിനകത്ത് അഭിനയിച്ചു.
എല്ലാം സിനിമാ താരങ്ങൾ തന്നെ. അതെ അതാ പറയുന്നത്, ഭയങ്കര ഒരു ഭാഗ്യം കിട്ടിയത് അതൊക്കെയാണ്. അങ്ങനത്തെ കുറെ സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കാരണം തുടക്കമാണ്, ഒന്നും അറിയാത്തൊരു സമയമായിരുന്നു. അപ്പോഴത്രയും അങ്ങനെയുള്ളവരുടെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ചെയ്യുന്നത് അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. അതാണ് ഞാൻ ആദ്യമായിട്ട് നായിക കഥാപാത്രം ചെയ്യുന്നത്. എന്നും അന്നും ഇന്നും ഓർത്തു വെക്കാൻ പറ്റുന്നല്ലേ? എല്ലാവരും ഓർത്തു വെക്കുന്നതായിരിക്കും. ചേച്ചി ഓർത്തു വെക്കുന്നത് അത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. നായിക, ഫസ്റ്റ് നായിക. അതെ, ആദ്യത്തെ നായിക ആര്യനന്ദൻ എന്നുള്ള പേര് ഇഷ്ടപ്പെടുന്നു. ആർ ഗോപിനാഥ് സാർ ഡയറക്റ്റ് ചെയ്തതായിരുന്നു. അത് ഒരു 2-3 പേരെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് മാറ്റിയിട്ടാണ് ഞാൻ അതിലേക്ക് എത്തുന്നത്. അന്ന് എനിക്കറിയില്ല അത് അത്രയും ഡെപ്തുള്ള ഒരു ക്യാരക്ടറാണ്, ഭയങ്കര സംഭവം അറിയില്ല. അതാണ് രാഘവനങ്കിള് അഭിനയിച്ച അച്ഛനായിട്ട് രാഘവനങ്കിളും ബിന്ദു രാമേശ്വരൻ അമ്മയായിട്ട്, ചേട്ടന്മാരായിട്ട് മുകുന്ദേട്ടൻ, പ്രദീപേട്ടൻ, ഭയങ്കര ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. സോനു ചേച്ചി, രാഘവൻ സാറിന്റെ കൂടെ ചെയ്യുമ്പോൾ ഒരു കുറച്ചൊക്കെ നമുക്ക് പേടി, പക്ഷേ പാവ കൂളാണ്, ഭയങ്കര കാര്യമാണ്. അങ്ങനെയാണ് രാഘവനെ ക്ലാസ് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങള് തന്നെ ഡയറക്റ്റ് ചെയ്ത സീരിയലിലോട്ട് എന്നെ വിളിച്ചത്. അപ്പൊ അങ്ങനെ കുറെ ഭാഗ്യങ്ങളുണ്ടായി ചേച്ചിക്കല്ലേ? എനിക്ക് തോന്നുന്നു ലെജൻഡറി ആയിട്ടുള്ള സിനിമയിലുള്ള മിക്ക ആൾക്കാരോട് അഭിനയിക്കാനുള്ള ഭാഗ്യം സിനിമയിൽ പോയില്ലെങ്കിൽ പോലും പറ്റിയിട്ടുണ്ടല്ലേ? സീരിയലിൽ വന്ന് അഭിനയിക്കുന്നവരുണ്ടല്ലോ സിനിമയിലുള്ള, അവരെ ഏകദേശം ഒരു 90% പേരുടെ അല്ല, സിനിമാ ജീവിതം മോഹിച്ചില്ലെങ്കിൽ പോലും അവരോട് അഭിനയിക്കാൻ പറ്റിയതിനകത്തല്ലേ? ഇപ്പൊ ഏതൊക്കെ കഥാപാത്രങ്ങൾ, അതായത് അമ്മ കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ചേച്ചി ചെയ്തിട്ടുണ്ട്, നാത്തൂൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്, പിന്നെ ഏതൊക്കെ ചെയ്തിട്ടുണ്ട് ചേച്ചി? എനിക്കൊന്ന് ഏജിലായിട്ടുള്ള കഥാപാത്രം അധികം ചെയ്തിട്ടില്ലല്ലേ? ഇല്ല, ഏജിൽ ചെയ്തത് ആ മനുരവും കാലത്തിൽ തുടക്കം മുതലുണ്ടായിരുന്നല്ലോ. അപ്പം ഈ ജാനിക്കുട്ടി വളർന്ന സ്റ്റേജ് ആണല്ലോ. അപ്പൊ ഓരോ ജാനിക്കുട്ടി വളരുന്ന അനുസരിച്ച് ലാസ്റ്റ് നായികയായിട്ടൊരു വലിയ ജാനിക്കുട്ടി വന്നപ്പോൾ അത്രേ ഉള്ളൂ. എങ്കിലും വേറെ കാര്യമുണ്ട് ചേച്ചി, ഞാൻ എപ്പോഴും വണ്ടർ അടിച്ചിരിക്കുന്ന അന്നും ഇന്നും ചേച്ചി സുചേച്ചി ഒരുപോലെ തന്നെ ഇരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ചേച്ചി, ദൈവം എപ്പോഴും കൂടെ കാണും, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കാണും. നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എല്ലാവരും ഞങ്ങളുടെ സീരിയൽ കാണണം, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ സീരിയൽ ഇനിയും മുന്നോട്ട് പോകും, ഒരുപാട് മുന്നോട്ട് പോകണം. അതിന് എല്ലാവരുടെയും അനുഗ്രഹം വേണം. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്ന ചേച്ചി, പ്രാർത്ഥന ഉണ്ടാവും. അത് ഇങ്ങനെ തന്നെ കീപ് സ്മൈൽ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഇരിക്കട്ടെ, ഓൾവേസ് സ്മൈൽ, ഇങ്ങനെ ഇരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു.